have a good time or whatever. So, to quote, unquote the children, that's exactly what you all are expected to do. Sit back, relax, have fun, and at the same time, learn something from the presentation. So, over to the team of my theater stage artists. Neetu? Teachers, please turn on the speaker mode as we are presenting theater today. Side by ലോകം ഒരു side. വലിയ വേദിയും എല്ലാ മനുഷ്യരും അതിലെ നടീനടന്മാരുമാണ്. മഹാനായ കലാകാരൻ വില്യം ഷേക്സ്പിയറിന്റെ ഈ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ സായാഹ്നത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരും, കൊണ്ടുപോകും ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരും, കൊണ്ടുപോകും ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. അടുത്തൊരു ബെല്ലോടുകൂടി ചോയ്സ് തിയേറ്റർ അവതരിപ്പിക്കുന്ന ഒന്നാമത്തെ നാടകം തിരിഞ്ഞു നോട്ടം ആരംഭിക്കുകയായി. തിരിഞ്ഞു നോട്ടോ? അതെന്താ ജിൻസി മിസ്സേ ഇങ്ങനെ തിരിഞ്ഞു നോക്കണാണോ? അല്ല സാറേ, നമ്മുടെ നാടകത്തിന്റെ പേരാ. ഓ ശരി ശരി ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമ്മൾ ഇന്ന് നാടക കലയെ പറ്റി ചെറുതായൊരു അറിവ് പങ്കുവയ്ക്കാൻ പോവുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ സാറും തയ്യാറല്ലേ? ഞാൻ എപ്പോഴേ റെഡിയാണ്, കണ്ടില്ലേ? എന്നാൽ തുടങ്ങിയാലോ? ഓ ആയിക്കോട്ടെ, തുടങ്ങാം. അടുത്തൊരു ബെല്ലോടുകൂടി ഞങ്ങൾ നാടകം ആരംഭിക്കുക. തിരിഞ്ഞു നോക്കാം. കാടുകളിൽ എല്ലലം പാടി വരും തെന്നലേ, തെന്നലേ. ദില്ലിമുളം കാടുകളിൽ എല്ലലം പാടി വരും തെന്നലേ, തെന്നലേ. അല്ലിമലക്കാവുകളിൽ വള്ളികളിൽ ഉയരാടും തെന്നലേ, തെന്നലേ. അല്ലിമലക്കാവുകളിൽ വള്ളികളിൽ ഉയരാടും തെന്നലേ, തെന്നലേ. ലോക സാഹിത്യത്തിലെ ഏറ്റവും പഴക്കമുള്ള കലകളിൽ ഒന്നാണ് നാടകം. അഭിനയം, സംഭാഷണം എന്നിവയിലൂടെ സമ്പൂർണമായ ഒരു മനുഷ്യ വ്യാപാരത്തെ പ്രേക്ഷകരിലേക്ക് പകരുന്ന ഒരു ദൃശ്യ ശ്രാവ്യ കലയാണ് നാടകം. നാടകത്തെ സമ്പൂർണമായി ഉൾക്കൊള്ളുന്ന ആംഗലേയ പദമാണ് തിയേറ്റർ. പ്രാചീന കാലത്ത് തന്നെ നാടകം രൂപം കൊണ്ട രാജ്യങ്ങളിൽ ആദ്യം ഒരുതരം അനുഷ്ഠാന കലയായിരുന്നു. ആ അനുഷ്ഠാനം പല പരിണാമങ്ങളിലൂടെ വികസിച്ച് നാടകരൂപം പ്രാപിച്ചതിന് ശേഷമാണ് ആദ്യകാല നാടകകൃതികൾ ഉണ്ടായത്. ലോക നാടക സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പുരാതനമായ രണ്ട് സിദ്ധാന്തങ്ങൾ, ഒന്ന് ഭരതമുനി സംസ്കൃതത്തിൽ എഴുതിയ നാട്യശാസ്ത്രവും മറ്റൊന്ന് അരിസ്റ്റോട്ടിൽ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയ പൊയറ്റിക്സുമാണ്. ഈ രണ്ട് സിദ്ധാന്തങ്ങളെ പിന്തുടർന്നാണ് ലോകത്ത് പിന്നീട് നാടകങ്ങൾ ഉണ്ടായിട്ടുള്ളത്.
സാഹിത്യരചനകളുടെ സ്വാധീനം മലയാള നാടകത്തിൽ. സംസ്കൃത നാടക പാരമ്പര്യത്തിൽ കൂടിയാട്ടം എന്ന ക്ലാസിക്കൽ നാടകാവതരണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഭിനയത്തിന്റെ അമ്മ എന്നാണ് കൂടിയാട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. കൂടിയാട്ടത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ശ്രീമതി കലാമണ്ഡലം പ്രശാന്തി ടീച്ചർ നമ്മോടൊപ്പമുണ്ട്. 16 വർഷമായി ഈ രംഗത്ത് സജീവമാണ് ടീച്ചർ. നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹയായിട്ടുണ്ട്. ഇപ്പോൾ കലാമണ്ഡലം സർവകലാശാലയിൽ ഗവേഷക വിദ്യാർത്ഥിനിയാണ്. നമുക്കിനി ടീച്ചറിൽ നിന്നും കേൾക്കാം. എന്റെ പേര് കലാമണ്ഡലം പ്രശാന്തി. കൂടിയാട്ടം മണിയാർക്കത്തെ ആർട്ടിസ്റ്റ് ആണ്. ആദ്യം കൂടിയാട്ടത്തെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. സംസ്കൃത നാടകാഭിനയമായ കേരളീയത്തിന്റെ അവതരണ കലയാണ് കൂടിയാട്ടം. ഇത് ചതുർവിധാഭിനയ പ്രധാനമാണ്. ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം എന്നിങ്ങനെ 4 അഭിനയങ്ങളാണ് ഈ കലാരൂപത്തിനുള്ളത്. ആംഗികം അംഗങ്ങളെ കൊണ്ടുള്ളതും, സാത്വികം വികാരാതിഭാവങ്ങളെ കൊണ്ടുള്ളതും, വാചികം സംഭാഷണം വാക്കുകളെ കൊണ്ടുള്ളതും, ആഹാര്യം വേഷഭൂഷാദികളെ കൊണ്ടുള്ളതുമാണ്. ആംഗികവും സാത്വികവും കൂടി എങ്ങനെ ഇണക്കി ചേർത്തുകൊണ്ട് ഒരു അവതരണം ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ കാണിക്കാം എന്നാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. അതിന്റെ ചെറിയൊരു ഭാഗമാണ് വണ്ടുകളുടെ മധുപാനം. ചെറിയൊരു പോർഷൻ ഇന്ന് ഞാനിവിടെ അഭിനയിക്കുന്നു. ഇപ്പോൾ അഭിനയിച്ചതാണ് വണ്ടുകൾ മധുപാനം ചെയ്ത് പറന്നു പോകുന്നതായിട്ടാണ് ഇപ്പോൾ കൂടിയാട്ടത്തിൽ അഭിനയിച്ചത്. ഇതിനൊപ്പം വാദ്യം കൈകാര്യം ചെയ്തത് കലാമണ്ഡലം ജയരാജ്. നന്ദി. വളരെയധികം തിരക്കുകൾക്കിടയിലും കൂടിയാട്ടത്തെക്കുറിച്ച് കുറച്ച് അറിവുകൾ പകർന്നു നൽകിയ ശ്രീമതി കലാമണ്ഡലം പ്രശാന്തി ടീച്ചറിന് ഞങ്ങളുടെ അഗൈതവമായ നന്ദി അറിയിക്കുന്നു. സാഹിത്യരചനകളുടെ സ്വാധീനം മലയാള നാടകത്തിൽ. നാടോടി നാടകം, സംസ്കൃത നാടകം, സംഗീത നാടകം എന്നീ 3 കൈവഴികളാണ് കേരളീയ നാടകവേദിയുടെ പ്രാചീന ഘട്ടത്തിൽ കാണുന്നത്. കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സംസ്കൃത നാടകങ്ങളിൽ മിക്കതിനും മലയാള വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം, സ്വപ്നവാസവദത്തം, കർണഭാരം, ഊരുഭംഗം തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ്. തമിഴ് നാടക സംഘങ്ങൾ അവതരിപ്പിച്ചിരുന്ന ചരിത്രപുരാണ നാടകങ്ങളും കേരളത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തി. രാമായണം, മഹാഭാരതം, ഭാഗവതം തുടങ്ങിയവയെ ഇതിവൃത്തമാക്കിയിട്ടുള്ള സംഗീത നാടകങ്ങൾക്ക് ഏറെ ആസ്വാദകരുണ്ടായിരുന്നു. സൂര്യപുത്രനായിരുന്നിട്ടും സൂതപുത്രനായി ജീവിക്കേണ്ടി വന്ന കർണന്റെ കഥനഭാരങ്ങളുടെ ആവിഷ്കാരമാണ് കർണഭാരം. ക്ഷത്രിയ കുലജാതനായിട്ടും പെറ്റമ്മയുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹീനകുലത്തിൽ ജീവിക്കേണ്ടി വന്ന കർണൻ സ്വന്തം ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി പിതാവ് സൂര്യൻ നൽകിയ കവചകുണ്ടലങ്ങൾ ബ്രാഹ്മണ വേഷത്തിലെത്തിയ ദേവേന്ദ്രന് ദാനം നൽകുകയാണ്. അമ്മ കുന്തിക്കും സുഹൃത്ത് ദുര്യോധനനും
നൽകിയ വാക്ക് പാലിക്കാനുള്ള ധർമ്മസങ്കടവും ആയോധന വിദ്യ വേണ്ട സമയത്ത് ഉപകാരപ്പെടാതെ പോകുമെന്ന ഗുരുശാപവും ധീരനായ കർണന്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തങ്ങളിൽ ഒന്നാണ്. ഭാസന്റെ കർണഭാരത്തിലെ ഒരു രംഗം ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. സൂര്യപുത്രനോ കർണൻ, സൂതപുത്രനോ കർണൻ, രാധേയനോ കർണൻ, കൗന്ദേയനോ കർണൻ. കുന്തിദേവിയിൽ ജനിച്ചവൻ ഞാൻ. യാദവൻ പുത്രൻ എന്നറിയപ്പെടും. യുധിഷ്ഠിരൻ തൊട്ടുള്ള പാണ്ഡവം എനിക്കുടപ്പറപ്പുകൾ അത്ര. ഹേ എന്റെ ആയുധവിദ്യയുടെ കഥ കേട്ടാൽ പണ്ട് ഞാൻ പരശുരാമ സന്നിധിയിൽ അദ്ദേഹത്തെ നമസ്കരിച്ച് ഞാൻ അടുത്തു എന്നെ ആശീർവദിച്ചിട്ട് ചോദ്യമായി, ആരാണ് ഭവാൻ? എന്തിനിങ്ങോട്ടേക്ക് ആഗതനാണ്? ഭവാൻ അസ്ത്രവിദ്യ മുഴുവൻ പഠിക്കുന്നതിന് ആഗ്രഹിച്ചാണ് ഞാൻ വന്നത്. അപ്പോൾ അദ്ദേഹം എന്നോടായി, ബ്രാഹ്മണർക്ക് മാത്രമേ വിദ്യ ഉപദേശിക്കാറുള്ളൂ, ക്ഷത്രിയരെ പഠിപ്പിക്കാറില്ല. ഗുരു, ഞാൻ സൂതപുത്രനാണ്. സൂതപുത്രൻ. അങ്ങനെ കാലം മുന്നോട്ട് പോയി. ഒരിക്കൽ കായും ചമതയും കിഴങ്ങും ശേഖരിക്കാൻ ഗുരുനാഥൻ കാട്ടിൽ പോയപ്പോൾ വനത്തിൽ ചുറ്റി നടന്ന ക്ഷീണത്താൽ ഗുരുനാഥൻ എന്റെ മടിയിൽ തല ചാച്ചു. ജനമുഖൻ എന്ന കീടം എന്റെ തുടയിൽ തുളച്ചു കയറി. അപ്പോഴും ഗുരുവിന്റെ നിദ്രയ്ക്ക് തടസ്സം വരാതിരിക്കാൻ ഞാൻ വേദന കടിച്ചമർത്തി. നനവ് തട്ടി ഗുരു നിദ്രയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. നീ ബ്രാഹ്മണനല്ല, ശൂദ്രനുമല്ല, നീ ക്ഷത്രിയൻ തന്നെ, ക്ഷത്രിയൻ തന്നെ. ഗുരുവിനോട് വിശ്വാസവഞ്ചന കാണിച്ച എന്നെ വേണ്ട നേരത്ത് നിന്റെ അസ്ത്രം ഭരിക്കാതെ പോകട്ടെ. എന്നെ ശപിച്ചു. രാജ, പശുക്കൾക്കും ബ്രാഹ്മണർക്കും അക്ഷയമുണ്ടാവട്ടെ, പതിവ്രതകൾക്ക് അക്ഷയമുണ്ടാവട്ടെ, പടയിൽ പിന്തിരിയാത്ത യോദ്ധാക്കൾക്ക് അക്ഷയമുണ്ടാവട്ടെ. ഇതാ ഞാൻ പ്രസന്നനായിരിക്കുന്നു. പാണ്ഡവരുടെ അസഹ്യമായ സമരമുഖത്തേക്ക് ഇതാ ഞാൻ പ്രവേശിക്കുന്നു. കേട്ട ഗുണഗണങ്ങളാൽ സമ്പന്നനായ ധർമ്മപുത്രനെ ബന്ധിച്ച് എന്റെ ഉത്തമ ശരങ്ങൾ വർഷിച്ച് അർജുനനെ വീഴ്ത്തി സിംഹരാജനെ ഒടുക്കിയ ശേഷം ഒരു കാട്ടിലേക്കെന്ന പോലെ ഞാൻ ഇങ്ങടേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഹേ ശല്യരാജ, പ്രവേശിക്കാം. അർജുനൻ നിൽക്കുന്ന ദിക്കിലേക്ക് നിന്ന് എന്നെ തേർന്നെടുക്കൂ. പാശ്ചാത്യ നാടകങ്ങളുടെ സ്വാധീനം മലയാളത്തിൽ. കലൂർ ഉമ്മൻ ഫിലിപ്പോസ് ഷേക്സ്പിയർ കൃതിയിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ
ആൾമാറാട്ടമാണ് മലയാളത്തിലെ ആദ്യ നാടകകൃതി എന്ന് കരുതുന്നു. മലയാളത്തിലെ ഷേക്സ്പിയർ വിവർത്തനങ്ങളിൽ കൂടുതൽ പ്രാധാന്യം ട്രാജഡികൾക്കാണ്. ഷേക്സ്പിയർ നാടകങ്ങൾ കേരളത്തിലെത്തുന്നത് തമിഴ് സംഗീത നാടക കമ്പനികൾ വഴിയാണ്. ദിവാൻ ബഹദൂർ ഗോവിന്ദപിള്ള, കെ ചിദംബരവാദ്യാർ, കെ രാജരാജവർമ്മ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, CP ലക്ഷ്മിയമ്മ തുടങ്ങിയവർ ആദ്യകാലത്ത് ഷേക്സ്പിയർ നാടകങ്ങൾ വിവർത്തനം ചെയ്തു. മഹത്തായ സാഹിത്യം കാലത്തെയും ഭാഷയെയും മറികടന്നാണ് അനശ്വരമാകുന്നത്. ഷേക്സ്പിയർ നാടകങ്ങളിൽ മഹത്തരമായ ഒരു സൃഷ്ടിയാണ് ഒഥല്ലോ. കുലീനയും സുന്ദരിയുമായ പെൺകുട്ടിയാണ് ഡെസ്റ്റിമോണ. സൗന്ദര്യം ഹൃദയത്തിലാണ് ഉണ്ടാവേണ്ടതെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ഒരു കറുത്ത വർഗക്കാരനായ പടനായകൻ ഒഥല്ലോയെ അവൾ പ്രണയിക്കുന്നു. എന്നാൽ ദുഷ്ടനായ ഇയാഗോ ക്യാസിയോയുടെ പേര് പറഞ്ഞ് ഒഥല്ലോയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ആ രംഗം ഒന്ന് കണ്ടു നോക്കാം. കരിക്കാട്ടാളന്റെ പുറം എത്ര പേർ കൊതിച്ചതാണ് ആ ഡെസ്റ്റിമോണെ. ഒടുവിൽ ആ കാട്ടാളൻ അവളെ തട്ടിയെടുത്തു. ഞാൻ ഈ ഒഥല്ലോയെ എല്ലാവരുടെയും മുന്നിൽ ഒരു കോമാളിയാക്കാൻ തീർച്ചയായും ഡെസ്റ്റിമോണ കാഷ്യോയുടെ കാര്യം പറയുമ്പോൾ ഒഥല്ലോയ്ക്ക് ചെറിയ സംശയമുണ്ട്. ഡെസ്റ്റിമോണയ്ക്ക് കാഷ്യോട് എന്തോ അടുപ്പമുണ്ടെന്നുള്ള തോന്നൽ അവനിൽ ഉടലെടുക്കും. അങ്ങനെ അവർ തമ്മിൽ പതിയെ പതിയെ അകന്നു തുടങ്ങി. ഡെസ്റ്റിമോണ ഒഥല്ലോയെ വെറുക്കാൻ തുടങ്ങി. വെറുത്തില്ലെങ്കിൽ ഈ യാഗം അവരെ കൊണ്ട് വെറുപ്പിക്കും. ഇത് ഇയാഗോയുടെ ശപഥമാണ്, ശപഥം. നിന്നോട് ഞാനൊരു കാര്യം പറയാം. നീ ഇത് ബുദ്ധിപൂർവം ചെയ്താൽ എനിക്ക് നിന്നോട് കൂടുതൽ സ്നേഹം ഉണ്ടാകും. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. നീ ഒരു ദിവസത്തേക്ക് മാത്രം അതല്ലോ ഡെസ്റ്റിമോണയ്ക്ക് കൊടുത്ത ആ പട്ടുറുമാലുണ്ടല്ലോ, അതൊന്നെടുത്ത് എന്റെ കയ്യിൽ തരണം. എനിക്ക് അതുകൊണ്ടൊരു ആവശ്യമുണ്ട്. ഒഥല്ലോ വരൂ. എമിലിയ, നീ അകത്തേക്ക് പോകും. വരൂ ഒഥല്ലോ, ഇരിക്കൂ. വെള്ളം. ഒഥല്ലോ, ഡെസ്റ്റിമോണയ്ക്ക് നേരത്തെ കാശിയോ അറിയാമായിരുന്നു. അവർ തമ്മിൽ പരിചയമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ എനിക്കങ്ങനെ എല്ലാ കാര്യങ്ങളും തെളിച്ചു പറയാൻ സാധിക്കുമോ? വേണം, അത് ശരിയാവില്ല. അല്ലെങ്കിൽ ഞാനത് പറഞ്ഞേക്കാം. നിനക്കറിയാമല്ലോ, നിനക്ക് ദോഷം വരുന്നതൊന്നും ഞാൻ ചെയ്യാറില്ല എന്ന്. നീ എന്റെ നല്ല ഒരു സുഹൃത്തല്ലേ? നിന്റെ ഭാര്യ ഡെസ്റ്റിമോണെ, നീ ഒന്ന് സൂക്ഷിക്കണം. സൂക്ഷിച്ചാൽ മതി, സംശയിക്കരുത്.
സ്ത്രീകളുടെ കാര്യം എനിക്കറിയാം. ദൈവത്തിൽ നിന്നും ഒളിക്കാത്ത കാര്യങ്ങൾ അവർ സ്വന്തം ഭർത്താവിൽ നിന്നും ഒളിക്കും. അതല്ലോ, അവൾ സ്വന്തം അച്ഛനെ വഞ്ചിച്ചവളാണ്. നിന്നെയും അവൾ വഞ്ചിച്ചേക്കാം, തീർച്ച. മലയാളത്തിലെ സ്വതന്ത്ര നാടകങ്ങൾ സാമൂഹിക അനാചാരങ്ങളും അസമത്വങ്ങളും കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിലാണ് മാനവിക ബോധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു നാടക സങ്കല്പം കേരളത്തിൽ പിറവികൊള്ളുന്നത്. ലോകമെമ്പാടും സംഭവിച്ച സാമൂഹിക പരിണാമങ്ങളും രാഷ്ട്രീയ സംഭവ വികാസങ്ങളും അതിന് പ്രചോദനമായി. VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന സാമൂഹിക നാടകം ഒട്ടേറെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. ബ്രാഹ്മണ സമൂഹത്തിലെ അനാചാരങ്ങളെ പുറത്തു കാട്ടിയ ആ നാടകം മലയാള നാടകവേദിക്ക് പുതിയൊരു സാമൂഹിക ദർശനം പകർന്നു നൽകി. MRBയുടെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, പ്രേംജിയുടെ ഋതുമതി എന്നീ നാടകങ്ങളും പരിവർത്തന സ്വഭാവം കൊണ്ട് മികച്ചു നിന്നു. 1930കളിൽ ഇബ്സന്റെ നാടകങ്ങളുടെ സ്വാധീനം ആംഗലേയ ലോകത്തെന്ന പോലെ മലയാള നാടക രംഗത്തും സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. KPSC സുലോചന അഭിനയിച്ച കഥാപാത്രങ്ങളെല്ലാം തന്നെ അവരിലെ അഭിനയചാരുതയുടെ ഊർജം പ്രേക്ഷകനിലേക്ക് പകർന്നു നൽകാൻ കഴിയുന്നതായിരുന്നു. മലയാള നാടക ചരിത്രത്തിൻ്റെ നാഴികക്കല്ലുകളായ സർവേക്കല്ല്, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, മുടിയനായ പുത്രൻ, പുതിയ ആകാശം പുതിയ ഭൂമി തുടങ്ങി അതുല്യങ്ങളായ നാടകങ്ങളിൽ അഭിനയിക്കാൻ കഴിഞ്ഞ സുലോചന 1983-ൽ സ്വന്തം മേൽനോട്ടത്തിൽ ഒരു നാടക സംഘത്തിന് രൂപം നൽകി. അങ്ങനെ കായംകുളം സംസ്കാരം എന്ന നാടക സമിതി പിറവിയെടുത്തു. അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്, തലയ്ക്കുമീതെ ശൂന്യാകാശം, ശർക്കരപ്പന്തലിൽ വെള്ളാരം കുന്നിലെ ചെപ്പുകിലിക്കണ ചങ്ങാതി എന്നീ ഗാനങ്ങൾ ഇന്നുമെന്നും മലയാളിയുടെ ചുണ്ടിൽ തത്തി നിൽക്കും. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. രാഷ്ട്രീയ ചരിത്രത്തിലും നാടക ചരിത്രത്തിലും മായാത്ത സ്ഥാനം പിടിച്ച നാടകമാണ് കമ്മ്യൂണിസ്റ്റാക്കിയെന്ന് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് എല്ലാവരും സമ്മതിക്കുന്നു. ചരിത്ര സത്യമായ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഒരു വട്ടം കൂടി അവതരിപ്പിക്കട്ടെ. അഭിവാദനങ്ങൾ. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. നാടകവണ്ടിയും കാത്ത് നാട് ഉറക്കമിളച്ച കാലം. കമ്പ്യൂട്ടറും ടിവിയും സിനിമയും ഒക്കെ നാടിന്റെ വിനോദം എന്താകണമെന്ന് തീരുമാനിക്കും മുമ്പത്തെ കാലം. അരങ്ങിലെ ചലനങ്ങൾക്കൊത്ത് കാണികൾ ചിരിച്ചും കരഞ്ഞും കഴിഞ്ഞ നാടകക്കാലം. ആ കാലത്തിന്റെ താരമാണ് KPAC എന്ന കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്. അതൊരു കാലം, ഒരു KPAC കാലം. സുഹൃത്തുക്കളെ, തെരുവ് നാടകം, ജനബോധനം ലക്ഷ്യം വെച്ചുള്ള നാടകങ്ങളാണ് തെരുവ് നാടകം. സാധാരണ നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുൻകൂട്ടി തീരുമാനിച്ചെത്താത്തവരായിരിക്കും ഇത്തരം നാടകത്തിന്റെ പ്രേക്ഷകർ. തെരുവുകളിൽ ചുറ്റും കൂടി നിൽക്കുന്ന ജനങ്ങൾക്ക് എളുപ്പം മനസ്സിലാകുന്ന തരത്തിലുള്ള രംഗഭാഷയാണ് തെരുവ് നാടകക്കാർ ഇതിനായി രൂപപ്പെടുത്തുന്നത്. പ്രേക്ഷകർക്കിടയിൽ നിന്നും കയറി വരുന്ന അഭിനേതാക്കൾ തുടങ്ങിയവയൊക്കെ ഇതിന്റെ പ്രത്യേകതകളാണ്.
പണ്ട് മുതലേ തന്നെ ഇത്തരം നാടക സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. യൂറോപ്യൻ സ്ട്രീറ്റ് നാടകങ്ങളായ മിസ്റ്ററി നാടകങ്ങൾ, മിറക്കിൾ നാടകങ്ങൾ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. പ്ലാസ്റ്റിക് ഇല്ലാത്ത ലോകം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു തെരുവ് നാടകം നമുക്കൊന്ന് കാണാം. രാജാവാണി ഇവൻ രാജാവാണി, ഈ കൊച്ചിയിലെ രാജാവാണി. ആനയാണി ഇവൻ കുതിരയാണി, ഈ കൊച്ചിയിലെ രാജാവാണി. ഈ കൊച്ചിയിലെ രാജാവാണി. അതെ, രാജാവ്. എന്റെ പ്രിയപ്പെട്ട പ്രജകളെ, നിങ്ങൾക്ക് എന്റെ നമസ്കാരം. എന്നെ വീണ്ടും ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്ത നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നിവേദനങ്ങൾക്ക് ഞാൻ ഇപ്പോൾ തന്നെ പരിഹാരം കാണും. വിക്രമ, ആ നിവേദനം വായിക്കൂ. ബഹുമാനപ്പെട്ട രാജാവ് അറിയുന്നതിനായി ഈ നാട്ടിലെ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾക്ക് അങ്ങ് ഒരു പലഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പലഹാരം? ഏത് പലഹാരം കാണാൻ? ക്ഷമിക്കണം പ്രഭു, പരിഹാരം. എന്താണ് വിക്രമ? പരിഹാരം പ്രഭു, പരിഹാരം. ഓ, പരിഹാരം. എന്റെ പൊന്ന് വിക്രമ. ഓക്കെ 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 ഓക്കെ. എത്ര നല്ല നിവേദനം. പ്രിയപ്പെട്ട ജനങ്ങളെ, അത് ഞാൻ മനഃപൂർവ്വം ബോധപൂർവമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. റോഡുകളിൽ കുണ്ടും കുഴിയും ഇല്ലെങ്കിൽ ജനങ്ങൾ അമിത വേഗത്തിൽ വാഹനങ്ങൾ ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാവുകയില്ലേ? അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ട് കുഴികൾ ഉണ്ടാകുവാൻ തരത്തിൽ ഉള്ള നല്ല കോൺട്രാക്ടേഴ്സിന് കോൺട്രാക്ട് കൊടുക്കുന്നത്. മനസ്സിലായോ? അങ്ങ് മാസപ്പടിയും വാങ്ങാറുണ്ട്. അതെ അതെ. നിവേദനം വായിക്കൂ. പ്രിയപ്പെട്ട രാജാവേ, നമ്മുടെ അയൽക്കാർ ദിവസവും പ്ലാസ്റ്റിക് കവറുകളും മറ്റും റോഡിലേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെ റോഡ് മുഴുവൻ വൃത്തികേടാകുന്നു. അതുകൊണ്ട് പ്ലാസ്റ്റിക് ഇല്ലാത്ത ഒരു ലോകം എന്നുള്ള ആശയം അങ്ങ് കൊണ്ടുവരണം. കൊള്ളാം, മനോഹരമായിരിക്കും. പ്ലാസ്റ്റിക് ഇല്ലാത്ത ലോകം. അങ്ങനെയെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് നിരോധിച്ച് കളയാം. എന്തു പറയുന്നു? എങ്കിൽ നാളെ മുതൽ നമ്മുടെ എല്ലാ പ്രജകളും പ്ലാസ്റ്റിക് ഉപേക്ഷിക്കണമെന്നും പ്ലാസ്റ്റിക് നിരോധനം പ്രാബല്യത്തിൽ വരുന്നതായി അറിയിച്ചു കൊള്ളുന്നു. സഭ ഇന്നത്തേക്ക് പിരിച്ചുവിട്ടിരിക്കുന്നു. എല്ലാവരും പോയി കിടന്നുറങ്ങിക്കോളൂ. നോമ ഉറങ്ങട്ടെ. ഓ ഓ നേരം പുലർന്നല്ലോ രാജാവേ, നേരം വെളുത്തു. എഴുന്നേറ്റ് പല്ല് തേക്കൂ. ഓ ശരി, എങ്കിൽ ആ ബ്രഷ് എടുക്കൂ വിക്രമ. ഇതാ രാജാവേ, ഇതാ ബ്രഷ്. രാജാവേ, ഈ ബ്രഷും പ്ലാസ്റ്റിക് ആണല്ലോ. ഓ ശരിയാണല്ലോ, നിരോധിച്ചതാണല്ലേ. എങ്കിൽ നമുക്ക് കൈവിരൽ ഉപയോഗിച്ച് പല്ല് തേക്കാം. എന്നോടാ കളി. രാജാവേ, അങ്ങയുടെ കയ്യിലിരിക്കുന്ന പേസ്റ്റും പ്ലാസ്റ്റിക് ആണ്. അയ്യോ ശരിയാണല്ലോ. അപ്പോൾ അങ്ങനെ പല്ല് തേക്കും വിക്രമ. ഒരു ബുദ്ധി ഉപയോഗിക്കാം. ഇനി മുതൽ നമുക്ക് കരിയോ അല്ലെങ്കിൽ ഈ പാൽപ്പൊടിയോ ഇട്ട് പല്ല് തേക്കാം. വിക്രമ, നിങ്ങളും പല്ല് തേക്കും, ഞാൻ തേക്കട്ടെ. നോമൊന്ന് കുളിക്കട്ടെ വിക്രമ. ശരി രാജാവേ. ഓ രാജാവേ, അങ്ങയുടെ കയ്യിലിരിക്കുന്ന മഗ്ഗും പ്ലാസ്റ്റിക് ആണ്. ഓ, അപ്പോൾ ഇനി എന്ത് ചെയ്യും? നോമന് കുളിക്കണ്ടേ? കിട്ടിപ്പോയി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ചിരട്ട ഉപയോഗിച്ച് കുളിക്കാം. എല്ലാവരും ഇനി മുതൽ ചിരട്ട ഉപയോഗിച്ച് കുളിക്കും. നോമും കുളിക്കട്ടെ.
വിക്രമ, രാജാവ് ചീപ്പ്. ആരാ രാജാവ് ചീപ്പാണെന്ന് പറഞ്ഞേ? ആരാണ് രാജാവ് ചീപ്പ് എന്ന് പറഞ്ഞേ? അല്ല രാജാവേ, അങ്ങയുടെ കയ്യിലിരിക്കുന്ന ചീപ്പും പ്ലാസ്റ്റിക് ആണ്. ശരിയാണല്ലോ. അപ്പോൾ ഇനി എങ്ങനെ മുടിയിക്കും വിക്രമ? ഒരു കാര്യം ചെയ്യാം വിക്രമ, ഇന്ന് മുതൽ നമുക്ക് ഈ കൈവിരൽ ഉപയോഗിച്ച് മുടിയിടാം, കേട്ടോ? അപ്പോ കാശിൽ ലാഭം, മുടിയും ലാഭം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എന്നോടാ കളി വിക്രമ. നമുക്ക് സഭ കൂടാനുള്ള സമയമായി. ആ ഫയലും പേന എടുക്കൂ. രാജാവേ, ആ ഫയലും പേനയും പ്ലാസ്റ്റിക് അല്ലേ രാജാവേ? അത് ശരിയാണല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? എഴുതണം 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 എഴുതണം. കിട്ടിപ്പോയി കിട്ടിപ്പോയി കരിക്കട്ട. ഇനി എല്ലാവരും കരിക്കട്ട ഉപയോഗിച്ച് എഴുതുക, കേട്ടോ? 5 ഉം 5 ഉം 10. ഇനി എല്ലാവരും ഇത് ഉപയോഗിച്ച് എഴുതുക, കേട്ടോ? നമ്മുടെ വിക്രമാണ് പെട്ടെന്ന് ആ കാൽക്കുലേറ്റർ കൂടെ കൊടുത്തേ. നമ്മുടെ കണക്ക് രാജാവേ, കാൽക്കുലേറ്ററും പ്ലാസ്റ്റിക് ആണ്. അയ്യോ, അത് ശരിയാണല്ലോ. അപ്പോൾ ഇനി ഇങ്ങ് നമ്മളെങ്ങനെ കണക്ക് കൂട്ടും വിക്രമ? സഭാകാര്യങ്ങളെല്ലാം താളം തെറ്റുമല്ലോ. ഒരു കാര്യം ചെയ്യാം വിക്രമ, നമുക്ക് മണ്ണിൽ എഴുതാം. മണ്ണിൽ എഴുതി കൂട്ടാം, കേട്ടോ? 10 ഉം 10 ഉം 20, 100 ഉം 100 ഉം 200. വിക്രമൻ എനിക്ക് തരാനുള്ളത് 250. വിക്രമന്റെ ഭാര്യ തരാനുള്ളത് 500 രൂപ. മറക്കരുത്. ലിഖിത മിസ് തരാനുള്ളതും കൊടുക്കാനുള്ളതുമായിട്ട് 1000 രൂപ. മറക്കരുത് വിക്രമ. നളിനി മാമൊന്നും കൊടുക്കാനില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, കൊടുക്കാനുണ്ട്. 1000 രൂപ നമ്മൾ കൊടുക്കാനുണ്ട്. ശരി, അത് ഓർത്ത് വെച്ചോളൂ, കേട്ടോ? ശരി. നമുക്ക് ഭയങ്കര ദാഹം വിക്രമ, കുറച്ച് വെള്ളം തരും. വളരെ രാജാവേ, രാജാവേ, ആ കുപ്പി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് അല്ലേ രാജാവേ? അപ്പോൾ ഇനി നോം എങ്ങനെ വെള്ളം കുടിക്കും വിക്രമ? കഷ്ടമായി പോയത്. നോമിന് ദാഹിക്കുന്നു, നോമിന് വിശക്കുന്നു വിക്രമ. എന്തെങ്കിലും ഭക്ഷണം രക്ഷപ്പെട്ടു. ഇനി കുറച്ച് ഭക്ഷണം കഴിക്കാം. രാജാവേ, ആ പാത്രവും പ്ലാസ്റ്റിക് ആണ്. ശരിയാണല്ലോ. ഇനി നമ്മൾ എന്ത് കഴിക്കും? നോമിന് വിശക്കുന്നു വിക്രമ. നോമിന് വിശന്ന് നോം തളർന്ന്. ഇനി നോം കുറച്ചു നേരം ഇരിക്കട്ടെ. അയ്യോ രാജാവേ, ആ കസേര പ്ലാസ്റ്റിക് രാജാവേ. ശരിയാണല്ലോ, ഇത് പ്ലാസ്റ്റിക് ആണല്ലോ. അയ്യോ, ഇനി നോം എങ്ങനെ ഇരിക്കും വിക്രമ? ഒരു കാര്യം ചെയ്യാം. മറ്റൊന്ന് കൊണ്ടുവരുന്നത് വരെ നോം ഈ നിരോധനം റദ്ദ് ചെയ്തിരിക്കുന്നു ജനങ്ങളെ അറിയിക്കുക. അല്ലെങ്കിൽ അടുത്ത തവണ പാർട്ടി പറയും 2 തവണ നിന്നവർക്ക് സീറ്റില്ല എന്ന് പറയും, കേട്ടോ? അതുകൊണ്ട് മറ്റൊന്ന് കൊണ്ടുവരുന്നത് വരെ നോം ഈ നിരോധനം റദ്ദ് ചെയ്തിരിക്കുന്നു, നിർത്തിവച്ചിരിക്കുന്നു, കേട്ടോ? ശരി. നാടകവും സിനിമയും സ്ഥലകാലബദ്ധമായ രംഗകലയാണ് നാടകം. എന്നാൽ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയാണ് സിനിമാ ചിത്രീകരണത്തിലെ ഓരോ ചലനവും സാധ്യമാക്കി തീർക്കുന്നത്. ദൃശ്യഭാഷയിലൂടെയാണ് പ്രധാനമായും സിനിമയിൽ ആശയ സംവേദനം നടക്കുന്നത്. നാടകത്തിലാകട്ടെ കഥാപാത്രങ്ങളുടെ ഭാവഭേദങ്ങൾ അത്രയും സംഭാഷണങ്ങളിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് പകരുന്നത്. സുനിശ്ചിതമായ ഒരു ഘടനയും ക്രിയയും അഭിനയ ജാഗ്രതയുമാണ് നാടകത്തിന് അനിവാര്യമാണ്. ഒരു പ്രാവശ്യം പാളിപ്പോയാൽ അതേ രംഗം വീണ്ടും അവതരിപ്പിക്കാനാവില്ല. എന്നാൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം റീടേക്കിലൂടെ എത്ര പ്രാവശ്യം വേണമെങ്കിലും അഭിനയം ഷൂട്ട് ചെയ്യാവുന്നതാണ്.
മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സിനിമ ഇന്ദ്രജാലവും നാടകം യാഥാർത്ഥ്യവുമാണ്. സിദ്ധിയും സാധനയുമാണ് ഒരു നാടക കലാകാരനെ വിജയത്തിലെത്തിക്കുന്നത്. ചെമ്മീൻ എന്ന സിനിമ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. എന്നാൽ അതൊരു നാടക രൂപത്തിലാക്കിയാലോ എങ്ങനെയുണ്ടാകും? നമുക്കൊന്ന് കണ്ടു നോക്കാം. കർത്തമ്മ അറിഞ്ഞോ? വള്ളവും വലവും മേടിക്കാനേ രൂപ കൊടുത്തു. കർത്തമ്മ ചോദിച്ചത് കൊണ്ട് കൊടുത്തതാണ്. മിണ്ടൂലേ? കച്ചവടം ഉറപ്പിച്ചിട്ട് പോവാണ്. മീനെല്ലാം എനിക്കല്ലേ? കർത്തമ്മ നിലവിളിക്കുകയാണോ? ഞാൻ ഇവിടെ വന്നത് കൊണ്ടാണോ? എന്താ, ഞാൻ പുറത്തല്ലേ നിൽക്കുന്നത്? കർത്തമ്മയ്ക്ക് എന്നോട് ഇഷ്ടമാണല്ലോ. കർത്തമ്മ വള്ളത്തിലെ മീനെല്ലാം എനിക്കല്ലേ കർത്തമ്മ? മിണ്ടൂലേ? കർത്തമ്മ എന്നോട് ഇഷ്ടമാണ്, എന്നോട് മാത്രം. അതിന് കർത്തമ്മ കാശ് മേടിച്ചില്ലല്ലോ. അതെന്തിനാ കർത്തമ്മ കാശ് തരുന്നത്? ആ കാശ് തന്നിട്ട് കല്യാണം കഴിഞ്ഞ് കർത്തമ്മ പോകും അല്ലേ? എന്നെ വിട്ടിട്ട് പോകാൻ കർത്തമ്മയ്ക്ക് സാധിക്കുമോ? കർത്തമ്മ യാത്ര ചോദിക്കാൻ വന്നതായിരിക്കും അല്ലേ? ഇതുവരെ നാം ഒരുമിച്ചായിരുന്നു. ഇനി ഞാൻ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക്. കർത്തമ്മ പോയ ഈ കടപ്പുറത്ത് നിന്ന് ഞാൻ പോകില്ല. ഞാൻ എന്നും ഇവിടെ ഇരുന്ന് കർത്തമ്മയെ ഓർത്ത് ഉറക്കെ ഉറക്കെ പാടും. അങ്ങനെ പാടി പാടി ഞാൻ ഹൃദയം പൊട്ടിച്ചാകും. നല്ല നിലാവുള്ള രാത്രികളിൽ രണ്ട് ജീവനും കൂടി കെട്ടിപ്പിടിച്ച് ഈ കടപ്പുറത്തൊക്കെ പാടി പാടി നടക്കും. പാടി പാടി നടക്കും. മാനസമൈനേ ഗുരു. ഈ കൊറോണ കാലം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ചിലർക്ക് വലുതെന്നും മറ്റു ചിലർക്ക് ചെറുതെന്നും തോന്നുന്ന ഒരു മാറ്റത്തെ എന്റേതായ വരികളിലൂടെ പ്രദീപ് സാറിന്റെ അവതരണത്തിലൂടെ ഒന്ന് കാണാം. ലിപ്സ്റ്റിക്കിന്റെ രോദനം. ചൈനയിൽ നിന്നും പൊട്ടിമുളച്ച കൊറോണ എന്ന വമ്പൻ വൈറസ്. ചൈനയിൽ നിന്നും പൊട്ടിമുളച്ച കൊറോണ എന്ന വമ്പൻ വൈറസ്. പൊട്ടിമുളച്ച കൊറോണ എന്ന വമ്പൻ വൈറസ് ലോകത്തെയാകെ ഭീതിയിലാഴ്ത്തി ഞെട്ടിവിറച്ചു നമ്മുടെ നാടും. ലോകത്തെയാകെ ഞെട്ടിവിറച്ചു നമ്മുടെ നാടും ഞെട്ടിവിറച്ചു. ലോകത്തെയാകെ ഭീതിയിലാക്കി ഞെട്ടിവിറച്ചു നമ്മുടെ നാടും.
തരുണി മണികൾ വീട്ടിൽ തങ്ങി പോരാത്തതിനു മാസ്കും വച്ചു. തരുണി മണികൾ വീട്ടിൽ തങ്ങി പോരാത്തതിന് മാസ്കും വച്ചു. തരുണി മണികൾ വീട്ടിൽ തങ്ങി പോരാത്തതിനോ മാസ്കും വച്ചു. പാവം നമ്മുടെ സുന്ദരി ലിപ്സ്റ്റിക്. നാരായണ ജയ 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 നാരായണ ജയ. എന്നിട്ടോ നമ്മുടെ സ്വന്തം ലിപ്സ്റ്റിക്കിന്നു ഗമ കാട്ടാനും അവസരമില്ല. നമ്മുടെ സ്വന്തം ലിപ്സ്റ്റിക്കിന്നു ഗമ കാട്ടാനും അവസരമില്ല. നമ്മുടെ സ്വന്തം ലിപ്സ്റ്റിക്കിന്നു ഗമ കാട്ടാനും അവസരമില്ല. പല പല ഷെയ്ഡുകൾ പല പല കളറുകൾ എല്ലാം തന്നെ ഷെൽഫിലൊതുങ്ങി. പല പല ഷെയ്ഡുകൾ പല പല കളറുകൾ എല്ലാം തന്നെ ഷെൽഫിലൊതുങ്ങി. പല പല ഷെയ്ഡുകൾ പല പല കളറുകൾ എല്ലാം തന്നെ ഷെൽഫിലൊതുങ്ങി. തരുണി മണികൾ ലിപ്സ്റ്റിക് ഇല്ലാതെ മാസ്കും വച്ചു നടന്നു തുടങ്ങി. തരുണി മണികൾ ലിപ്സ്റ്റിക് ഇല്ലാതെ മാസ്കും വച്ചു നടന്നു തുടങ്ങി. തരുണി മണികൾ ലിപ്സ്റ്റിക് ഇല്ലാതെ മാസ്കും വച്ച് നടന്നു തുടങ്ങി. എന്താ കഥ? നാരായണ ജയ 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 നാരായണ. നാടകത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ നമ്മൾ നടത്തിയ യാത്രയ്ക്ക് താൽക്കാലികമായി ഇവിടെ തിരശീല വീഴുന്നു. സുകുമാരകലയായ നാടകത്തിൽ സാഹിത്യം, സംഗീതം, നൃത്തം, ചിത്രകല എന്നിങ്ങനെ വിഭിന്ന കലകളുടെ സാകല്യം നമുക്ക് ദർശിക്കാവുന്നതാണ്. നാടോടി നാടകം, സംസ്കൃത നാടകം, സംഗീത നാടകം എന്നീ വിവിധ കൈവഴികളിലൂടെ വികാസം പ്രാപിച്ച നാടകകലയുടെ വളരെ ചെറിയൊരംശം മാത്രമേ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചിട്ടുള്ളൂ. ഏതാനും നിമിഷങ്ങൾ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു യാത്രയല്ല ഇത്. അതുകൊണ്ട് തന്നെ ഈ യാത്രയുടെ തുടർഭാഗങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഇനി നളിനി മാമിന്റെ വാക്കുകളിലേക്ക്. So I think the first thing we ought to do is to give them a big round of applause. Let's hear it. Please unmute yourselves, all of you. Let's hear the sound of the applause. Before I speak, I think we should ask Reena ma'am to speak. Reena ma'am, could we have you saying a few words? Me, Ms. Nalini? Yes. Okay, good evening. First of all, let me thank you for inviting me for this beautiful performance. I really enjoyed. Pradeep sir, hats off to you for your excellent performance. I don't know, I was speechless. The way how he expressed himself. He's a very good artist. I know what I have seen is, I think, only glimpses of various forms of dance drama. You were not able to do, as you said, not the whole thing, but at least few you could just show us. And I think, Ms. Nalini, you also deserve a big round of applause for coordinating and synchronizing this, what do I say, this systematic way of the evolution of the nuggets of history of this drama, dance drama. Beautifully done. Very good attempt. I really enjoyed. And all, I think it's because of your motivation. Otherwise, they wouldn't have done this. Thank you so much once again. And all performers, very good attempt. I would like to meet Pradeep sir in person. I don't know whether he's working in some other places also, but it's a very good performance. Thank you so much. I didn't even know this 1 hour is over. So soon we reached 5 o'clock. I really enjoyed. Thank you. Thank you, Reena. Thank you. That's really good. Pradeep, I told you, you'll be a superstar after this. Not many of them know of the
the depth of Pradeep's talent. Nobody. Pradeep, camera on cheyu. Pradeep, where are you? Pradeep, camera on. Camera off. Someone please Yeah. ring the bell. He'll respond only to that. Normally, after the performance, he will be like, a bit exhausted kind of. That happens to an actor. Yes, you're right, Prince. Yeah, You're right. he deserves great appreciation. Lovely one. Absolutely. Wonderful Thank you, person. Prince. Thank you. Reba, Yes, maybe have a even, few words. yes. Even I was like taken aback by the way he was doing different roles actually. One was on the the Chemin artist, how he performed. Then he went to another performance. It was like one after the other, and I don't know how he could do it. The emotions were so different in everything. But he could do that, very well. So well done, Pradeep. I didn't know that you had such a lot of talent. I have seen you acting, but to this extent, I have not seen you do so many roles in one. Very nice. We really enjoyed. Thank you for having given us such a lovely evening. Because in the beginning, I thought, what is going to happen, because it's just theater. And in the beginning, you had shown a few glimpses of the artists and the names. So, but then we never thought there would be so much involved in this involvement of theater. How much you can show forth with that theater. Very nice. We really appreciate. Thank you, Team Primary. Thank you, Nalini ma'am, for this opportunity. It was lovely. I think only Primary and Kinderland have so far come together like this for a literary day. So I think hats off to all of us. Absolutely. Absolutely. And let me tell you, theater we put up, if we don't have an audience and an appreciative audience and understanding audience, that's what sort of inspires the actor also. If he is able to see the reaction on the faces of the audience, there is a kick that he gets, he or she. Girija? Yes, Nalini ma'am. Your opinion? I'm spellbound. I'm really. I have been fortunate to be with Pradeep sir for one of the choice days, and that day I saw the really fiery passion he has for this. So you're also very lucky to have somebody like Pradeep sir on board. Yeah. So Pradeep sir, really, and Nalini ma'am, you are the motivation behind this. I think Nalini ma'am,